കപ്പിൾസിനിടയിൽ പണത്തെ ചൊല്ലി വഴക്കുണ്ടാകാതിരിക്കാനുള്ള മാർഗങ്ങളൊന്ന് നോക്കിയാലോ? ഓരോരുത്തർക്കും പണം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പരസ്പരം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ചിലർക്കത് സുരക്ഷയായിരിക്കുമ്പോൾ മറ്റു ചിലർക്കത് സ്വാതന്ത്ര്യം, സുഖസൗകര്യങ്ങൾ, അന്തസ്സ് തുടങ്ങിയവയിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. എന്തെങ്കിലും ഭയങ്ങൾ ഉണ്ടെങ്കിൽ അതും പങ്കുവെക്കുക. ചിലർക്ക് കടത്തെക്കുറിച്ച് ഭയമുണ്ടാകും, മറ്റു ചിലർക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ പോകുമോ എന്ന് ഭയമുണ്ടാകും, വേറെ ചിലർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഭയം. ഇത് ഓരോ വ്യക്തികളുടെയും ചിന്തകളെയും ജീവിച്ചു വന്ന സാഹചര്യങ്ങളെയും ഒക്കെ അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. ഇക്കാര്യങ്ങളിൽ പരസ്പരം ജഡ്ജ്മെന്റ് ഉണ്ടാവാൻ പാടില്ല. ഒരാളുടെ ഭയത്തെ കുറച്ചു കാണുന്നതും നല്ലതല്ല. അടുത്തതായി വരുമാനവും അത്യാവശ്യ ചെലവുകളും ലിസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഒരു കുടുംബം ഒരു ചെറിയ കമ്പനി പോലെയാണ്. ആദ്യം എത്ര പൈസ വരുന്നു, എത്ര പോകുന്നു എന്ന് നമ്മൾ അറിയണം. ഇതിനായി പ്രതിമാസ വരുമാനമെല്ലാം എഴുതി വെക്കുക. ശമ്പളം, പെൻഷൻ, വാടക, മറ്റു വരുമാനങ്ങൾ തുടങ്ങിയവയൊക്കെ ഇക്കൂട്ടത്തിൽ പെടുത്തണം. പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ചെലവുകൾ ലിസ്റ്റ് ചെയ്യുക. വീട്ടുവാടക, EMI, അത്യാവശ്യ പലവ്യഞ്ജനങ്ങൾ, സ്കൂൾ ഫീസ്, വൈദ്യുതി ബില്ല്, ഇന്റർനെറ്റ് ബില്ല്, നിലവിലുള്ള EMIകൾ, അത്യാവശ്യ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ തുടങ്ങിയവയൊക്കെ ഇക്കൂട്ടത്തിൽ പെടും. ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുക. അപ്പോൾ രഹസ്യങ്ങളോ അപ്രതീക്ഷിത കാര്യങ്ങളോ ഉണ്ടാവില്ല. അടിസ്ഥാന കാര്യങ്ങൾ വ്യക്തമായാൽ പിന്നെ എത്ര തുക സമ്പാദ്യത്തിനും ലക്ഷ്യങ്ങൾക്കും ജീവിതശൈലിക്കും മാറ്റിവെക്കാമെന്ന് മനസ്സിലാക്കാം.